എന്തിനാ ആ പാവത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇതൊന്നും എന്റെ മഹിക്ക് ഒരു ബുദ്ധിമുട്ടല്ല. സ്വന്തം വീട്ടിൽ അടുക്കളപ്പണി ചെയ്ത് നല്ല ശീലമല്ലേ. ഇപ്പോ എനിക്ക് വെച്ചുണമ്പി തരാൻ കഴിയാത്ത സങ്കട ഇയാൾക്ക്. ശരിയോ, ഞാൻ ഉടനെ എത്താം. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം. ആയിക്കോട്ടെ. ഭാര്യ അനുമതി തന്നല്ലോ, ഇനി ഇത് കുടിച്ചൂടെ? വേണ്ടടാ, ഇനി മധു സേവിക്കുന്നില്ല. ഒരു വിവാഹ ജീവിതം എനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ കരുതിയത്. എന്നാ 12ാമത്തെ വയസ്സിൽ എന്നെ തോൽപ്പിച്ച വിധി എന്റെ ഈ 30ാമത്തെ വയസ്സിൽ എനിക്കൊരു വിജയം തന്നു. അതാണ് എന്റെ മഹാലക്ഷ്മി. ഞാൻ വൈനല്ല മദ്യം കഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും കഴിച്ചോളാൻ പറയും. ആ മനസ്സിന് നന്ദി പറഞ്ഞിട്ട് അത് കഴിക്കാതിരിക്കുക ചെയ്യേണ്ടത്. തൽക്കാലം ഇതുകൊണ്ട് ചിയേഴ്സ് പറയാം. എന്നാ പിന്നെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. Cheers. നിങ്ങൾക്ക് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഈ ജോലി എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ റോഡ് നിങ്ങളെ ക്യാമറയാ. അതിൽ എന്റെ പടം പറഞ്ഞാലേ പിന്നീട് അത് പുലിവാലാവുന്നുള്ള കാര്യം ഉറപ്പാ. സാറ് പേടിക്കണ്ട സാറേ, സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. പരമാവധി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വേണം കൃത്യം നിർവഹിക്കാൻ. ആർക്കും ഒരു സംശയത്തിനും ഇടകൊടുക്കരുത്. അതൊക്കെ എനിക്ക് വിട്ടേരാ സാറേ. വിശാഖേ, വാ പറയട്ടെ. എന്നെ പോലെ തന്നെ ഇവനെ കൈകാര്യം ചെയ്തുള്ള ശീലം നിനക്കുണ്ടല്ലോ. ഇവനെ പോലെ തന്നെ എനിക്ക് നിന്നെയും വിശ്വസിക്കാം. അതുകൊണ്ടാടാ നിന്നെ തന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിക്കുന്നത്. സാറ് ധൈര്യമായിട്ടിരിക്കും സാറേ. സാറ് പറഞ്ഞതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ കാര്യം സാധിച്ചുകൊണ്ട് വരാം. ഓക്കെടാ മോനെ. അവനെ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു നിമിഷം വിശാഖേ, ആ വണ്ടിയിലിരിക്കുന്ന ആ നാളികേരം ഇങ്ങെടുത്തേ. എടാ, ചെയ്യാൻ പോകുന്നത് നല്ല കാര്യമൊന്നും അല്ലെങ്കിലും വിഘ്നങ്ങൾ കൂടാതെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. ഏതായാലും നാളികേരം തവിട് കൂടിയേ ഇതുപോലെ വേണം അവന്റെ കാര്യവും. തവിട് പൊടിയാവണം. ശരി സാറേ.
സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.